കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2007 മുതൽ 2022 വരെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ പ്രഭുദാസിന്റെ കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് സൗജന്യ ഭക്ഷണം ലഭ്യമല്ലെങ്കിൽ പ്രതിദിനം 150 രൂപ അനുവദിക്കാം എന്ന മാർഗനിർദ്ദേശമുണ്ട്. ഇത് മറയാക്കി ഗർഭിണികൾക്ക് ജ്യൂസ് ഉണ്ടാക്കി നൽകാൻ എന്ന പേരിൽ ക്രമവിരുദ്ധമായി 45,170 രൂപയുടെ പഴങ്ങൾ വാങ്ങിയതായി ഓഡിറ്റിംഗിൽ പറയുന്നു. ഫണ്ട് വ്യാപകമായ ദുർവിനിയോഗം, ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആദിവാസികളുടെ ലക്ഷക്കണക്കിന് ഫണ്ടാണ് ദുർവിനിയോഗം ചെയ്തതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ കൃത്യമായി ഡോക്ടർ പ്രഭുദാസിന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. പഴങ്ങൾ വാങ്ങുന്നതിൽ മാത്രമല്ല ക്രമക്കേട്. മതിയായ രേഖകളില്ലാതെ ലാബ് റീജൻസ് വാങ്ങിയത് 3,80,539 രൂപയ്ക്കാണ്. കോയമ്പത്തൂരിൽ നിന്ന് സ്കാനിങ്ങിനായി എത്തിയ ഡോക്ടർക്ക് 4 ദിവസത്തിനായി നൽകിയത് 1,11,000 രൂപ. ഇവിടെയും തീർന്നില്ല. നിർമ്മാണ പ്രവർത്തികളിലും നിയമനങ്ങളിലും പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. പല വകുപ്പിലായി അനർഹർക്ക് പണം ലഭ്യമാക്കിയതായും ഓഡിറ്റ് സംഘം കണ്ടെത്തി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.